ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിൽ കാണാൻ അധികം സ്ഥലങ്ങളില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറച്ച് അധികം സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് കോട്ടയം കുമരകത്തുള്ള പക്ഷി സങ്കേതമാണ്. വിവിധ തരത്തിലുള്ള പക്ഷികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണിത്. പക്ഷേ നട്ടുച്ച സമയത്തൊക്കെ പോയാൽ അവിടെ കാഴ്ചകൾ കുറവായിരിക്കും. കാരണം പക്ഷികളെല്ലാം ഭക്ഷണം തേടിയുള്ള യാത്രയിലായിരിക്കും. അപ്പം വൈകുന്നേര സമയങ്ങളിലും രാവിലെയാണ് കൂടുതലും പക്ഷികളെ കാണാറ്. കൂടുതൽ സ്ഥലങ്ങളുടെ പേരുകളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ കറക്റ്റായിട്ട് നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഈ പേരുകൾ സെർച്ച് ചെയ്താൽ കറക്റ്റ് സ്പോട്ടിലൊക്കെ എത്താവുന്നതാണ് കേട്ടോ. കുറേ അധികം സ്ഥലങ്ങൾ പറയാനുണ്ട്. വിദേശത്തു നിന്നുമൊക്കെ ആളുകൾ ഗവേഷണത്തിനും മറ്റുമൊക്കെ ആയിട്ടും എത്താറുള്ള സ്ഥലമാണ്. കാരണം വിവിധ തരത്തിലുള്ള പക്ഷികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ എത്താറുണ്ട്. പാസ് മുഖേന മാത്രമാണ് ഇതിനൊക്കെ എൻട്രി വരുന്നത്. പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വാച്ച് ടവർ ഒക്കെ ഉണ്ട്. പക്ഷെ പലതും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കയറണം. നമ്മുടെ അടുത്ത സ്പോട്ട് കോട്ടയം തിരുവഞ്ചൂരുള്ള തണലോരം എന്ന് പറയുന്ന മീനച്ചിലാറിൻകരയുടെ തീരത്തുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. മീനച്ചിലാറിനോട് ചേർന്ന് കുറച്ച് ഈറ്റയും മുളയൊക്കെ കാട് പോലെ നിന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണിത്. അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം കൊല്ലാടുള്ള കളത്തിൽ കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. പാടശേഖരത്തിന് നടുക്കൂടെ ഉള്ള ഒരു റോഡും മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഈവനിങ് സ്പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു സ്ഥലമാണിത്. അടുത്ത സ്പോട്ട് വരുന്നത് നീണ്ടൂരുള്ള കൈപ്പുഴക്കാറ്റെന്ന് പറയുന്ന പാടശേഖരവും അവിടുത്തെ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. പാടശേഖരത്തിൻ്റെ സൈഡിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വരുന്ന ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഓപ്പൺ ജിമ്മാണിത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ ഈ പ്രകൃതി ഭംഗിയുടെ കാഴ്ചകളും വ്യായാമവും ഒക്കെ ചെയ്യാനും രാവിലെയും വൈകിട്ടുമുള്ള സമയത്ത്, ഉച്ച സമയത്ത് വന്നാൽ അല്പം വെയിലുണ്ടാവും. അപ്പം ഈ കൃഷിയുടെ കാഴ്ചകളും അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പാടശേഖരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്ന ഈരാറ്റുപേട്ടയിലുള്ള അരുവിക്കച്ചാൽ എന്ന് പറയുന്ന വാട്ടർഫോളാണ്. ഏറ്റവും ഉയരം കൂടിയ കോട്ടയത്തെ വെള്ളച്ചാട്ടം കൂടിയാണ് ഈ അരുവിക്കച്ചാൽ വാട്ടർഫോൾസ്. മൺസൂൺ സമയത്താണ് കൂടുതലായിട്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അറിയാൻ സാധിക്കുന്നത്. കാരണം അതുപോലെ ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിലുള്ള അയ്യമ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ആണ്. അയ്യമ്പാറ ഹിൽസ് എന്നാണ് ഈ സ്ഥലം ലൊക്കേഷനിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്യേണ്ടത്. മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും മലനിരകളും അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ കുടക്കല്ലും കൂനങ്കല്ലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. എൻട്രി പാസ് കാര്യങ്ങളൊന്നുമില്ല. ഈവനിങ് അസ്തമയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള കോട്ടയത്തെ ഒരു സ്പോട്ടാണിത്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ മനോഹരമായിട്ടുള്ള സ്പോട്ടാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളതുള്ളൂ. അതുകൊണ്ട് വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്ന് ഇങ്ങോട്ട് വരാവുന്നതാണ്. അടുത്ത സ്പോട്ട് കോട്ടയം കുമരകത്തുള്ള മലരിക്കലാണ്. ഇതൊരു സീസണൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് അമ്പലവസന്തത്തിൻ്റെ കാഴ്ചകൾ കുറച്ച് മാസങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം. പാടശേഖരത്ത് നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ സ്ഥലത്ത് കൂടുതലായിട്ടും ഫോട്ടോഷൂട്ട്, മറ്റു കാര്യങ്ങൾ, ആർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും സേവ് ദ ഡേറ്റ് എടുക്കാനൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരും ആളുകളും ഒക്കെ എത്താറുണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും ഈ സീസൺ ടൈമിൽ നടക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെയാണ് കൂടുതലും ഇത് കാണുന്നത്. അതിനുശേഷം അവർ ഈ പൂക്കളെല്ലാം മാറ്റിയതിന് ശേഷം, ഇതിന് കളനാശിനി അടിച്ചതിനെ മാറ്റിയതിന് ശേഷം ഇവിടെ വീണ്ടും കൃഷി ഇറക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ഭംഗി യഥാർത്ഥത്തിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്.
അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം നീണ്ടൂരുള്ള JS ഫാമാണ്. ഇതൊരു അഗ്രികൾച്ചറൽ ഫാമാണ്. അതുപോലെ തന്നെ കുറേ രൂപങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ മീൻ വളർത്തൽ, ചെറിയ ചെറിയ ജീവികളെ ഒക്കെ വളർത്തുന്നത് ഒക്കെയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും. ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അവിടെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എമു പക്ഷിയെ, പശുക്കൾ, ആട്, കോഴി അങ്ങനെയുള്ള കുറേ ജീവികളൊക്കെ അവരവിടെ വളർത്തുന്നുണ്ട്. കുട്ടികൾക്കുള്ള കളിസ്ഥലം പ്രത്യേകമായിട്ടുണ്ട്. അപ്പം കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം കറുകച്ചാലുള്ള ശാന്തിപുരം പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രമാണ്. തമിഴ്നാട് ശൈലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്ര ഗോപുരങ്ങളും വാതിലുകളും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ഇത്തരത്തിൽ ഈ രൂപത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ എത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. അടുത്ത സ്ഥലം വരുന്നത് കോട്ടയം എരുമേലിയിലുള്ള പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം എന്ന ഈ സ്ഥലമാണ്. അഞ്ചുകുഴി വാട്ടർഫോൾസ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും ഈ സ്ഥലത്ത് എത്താൻ പറ്റും. അഞ്ചുകുഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പഞ്ചപാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട കുറേ കഥകളൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് മുൻവശത്തായി ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടവും ഒക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടുള്ള അമ്പാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതും ഒരു സീസണൽ സ്പോട്ടാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെയാണ് ഇവിടെയും പൂക്കളുടെ കാഴ്ചകൾ, ആമ്പൽ വസന്തത്തിൻ്റെ കാഴ്ചകളാണ് ഈ സ്ഥലത്തിൻ്റെയും പ്രധാന പ്രത്യേകത. സേവ് ദ ഡേറ്റ്, വെഡ്ഡിങ് അതുപോലുള്ള ഷൂട്ടുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇവിടെ എത്താറുള്ളൊരു സ്ഥലമാണ്. വഞ്ചി, വള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഈ പാടശേഖരത്തിൻ്റെ നടുക്കൂടെയൊക്കെ ഈ പൂക്കളുടെ ഇടയ്ക്കൂടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം പള്ളിക്കത്തോടുള്ള അരുവിക്കുഴി വാട്ടർഫോൾസ് ആണ്. മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ശരിക്കും അരുവിക്കുഴി. കോട്ടയം ജില്ലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വെള്ളച്ചാട്ടവുമാണിത്. എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും, എങ്കിലും ഏറ്റവും മനോഹരമായി ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റുന്നത് മഴക്കാലത്ത് തന്നെയാണ്. ഫാമിലി മൊത്തം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇറങ്ങുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ വെള്ളമുള്ള സമയത്ത് ഗാർഡുകൾ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് മാത്രം. പാസ് ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടയത്തെ ഏറ്റവും അടുത്തുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. കോട്ടയം കുമരകം ബോട്ട് ജെട്ടിയാണ് അടുത്ത നമ്മുടെ ലൊക്കേഷൻ. ബോട്ട് ജെട്ടി മാത്രമല്ല, കുമരകം മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ കോട്ടയത്തെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ ബോട്ട് ജെട്ടിയും ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് മുഹമ്മയ്ക്ക് സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അതിൽ ചെറിയ തുകയ്ക്ക് നമുക്ക് ഒരു 40 മിനിറ്റ് കായൽ യാത്രയൊക്കെ, മനോഹരമായിട്ടുള്ള യാത്രയൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. കായലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. ഏകദേശം ഒരു 3/4 മണിക്കൂർ ഇടവിട്ട് ബോട്ട് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്.
അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം 4 മണിക്കാറ്റാണ്. പേര് പോലെ തന്നെ ഈവനിങ് ടൈമാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ലത്. എല്ലാ സമയങ്ങളിലൊക്കെ ആളുകളുണ്ട്, കാരണം ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനും പിന്നെ അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. മനോഹരമായിട്ടുള്ള ഈവനിങ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അടുത്ത സ്ഥലമാണ് കോട്ടയം പൂഞ്ഞാറുള്ള പുല്ലേപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇതിന് എനിക്ക് ഇത്രയും സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പൂഞ്ഞാറിലെ ഈ ഒരു സ്ഥലം. കാരണം മേഘങ്ങൾ നമുക്ക് താഴെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഈ മലനിരയുടെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വെളുപ്പിന് സമയങ്ങളിൽ ഒരു ഡിസംബർ മാസത്തിലൊക്കെ പോയാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്പോട്ട് വരുന്നത് കോട്ടയം വെണ്ണിമലയിലുള്ള കപില ഗുഹയും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്പോട്ട് തന്നെയാണ്. കൊട്ടാരത്തിൽ ചെങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് വെണ്ണിമല. ധാരാളം ചരിത്ര കഥകളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള ഒരു ഇതുണ്ട് ഇതിന്. ഇതിൽ നമുക്ക് അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മേലാത്തതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ മാത്രം നൽകുന്നു. ഇതിനോട് ചേർന്ന് തന്നെ വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഇരട്ട കൊടിമരമൊക്കെ ഉള്ള ഒരു വലിയ ക്ഷേത്രമൊക്കെ ഇതിനോട് ചേർന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് കാഴ്ചകളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്പോട്ടാണ് കോട്ടയം തീക്കോയിലുള്ള മാർമല വാട്ടർഫോൾസ്. ഏറ്റവും അപകടം പിടിച്ച ഒരു വാട്ടർഫോൾസ് കൂടിയാണിത്. എന്നാൽ ശ്രദ്ധയോടെ പോയാൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മാർമല വാട്ടർഫോൾസ്. മഴക്കാലത്ത് അതിശക്തമായ ഭീകരമായ രീതിയിൽ വെള്ളച്ചാട്ടം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് കോട്ടയം ജില്ലയിലെ ഈ മാർമല വാട്ടർഫോൾസ്. ഫാമിലി ആയിട്ടും ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. വെള്ളം കാണുമ്പോൾ നമുക്ക് ചാടാനൊക്കെ തോന്നുമെങ്കിലും ധാരാളം അപകടങ്ങൾ മഴക്കാലത്ത് സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കാരണം ധാരാളം പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇറങ്ങാതെ ഈ സ്ഥലം പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് തന്നെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അടുത്ത ലൊക്കേഷൻ വരുന്നത് കുമരകത്തുള്ള 4 പങ്ക് ബോട്ട് ടെർമിനലാണ്. ഇതും ഒരു സൺസെറ്റ് പോയിന്റ് തന്നെയാണ്. കോട്ടയത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള അസ്തമയം കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇതൊരു ബോട്ട് ടെർമിനലിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഇതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളുന്നതിനും അസ്തമയ കാഴ്ചകൾ കാണുന്നതിനും ധാരാളം ഈ കായൽ വഴി ധാരാളം ബോട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന മനോഹരമായിട്ടുള്ള ഈവനിങ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത സ്പോട്ട് വരുന്നതാണ് കോട്ടയം മൈലപ്പള്ളിക്കടവ് എന്ന് പറയുന്ന ഈ ഒരു തൂക്കുപാലം. ഇത് പേരൂർ റൂട്ടിലാണ് ഈ തൂക്കുപാലം ഉള്ളത്. പൂവത്തുമൂട് പാലത്തിന് തൊട്ടടുത്തായിട്ട് ആണ് ഈ പാലം വരുന്നത്. മൈലപ്പള്ളിക്കടവ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ സ്പോട്ടിലെത്താം. ഇതും സേവ് ദ ഡേറ്റ് വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ്. മീനച്ചിലാറിന് കുറുകെയാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറിൻ്റെ മനോഹരമായിട്ട് കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മണർകാട് ബൈപ്പാസ് റോഡ് വഴി ഏറ്റുമാനൂർക്ക് പോകുമ്പോൾ പൂവത്തുമൂട് ബ്രിഡ്ജ് കഴിഞ്ഞ് ഇടത്തേക്കുള്ള വഴി സഞ്ചരിച്ച് ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ ഈ സ്ഥലത്തെത്താം.
ബീച്ചില്ലാത്ത കോട്ടയത്ത് പ്രളയം സമ്മാനിച്ച ഒരു സ്ഥലമുണ്ട്. കാവാലിപ്പുഴ കടവ് മിനി ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കോട്ടയം കിടങ്ങൂരാണ് ഈ സ്ഥലം. പ്രളയ സമയത്ത് മണലൊക്കെ വന്ന് അടിഞ്ഞ് ബീച്ചിന് സമാനമായ രീതിയിൽ ഉള്ള കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണിത്. മീനച്ചിലാറിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ വള്ളം സൗകര്യമൊക്കെ ഉണ്ട്. അക്കരയ്ക്ക് ഇക്കരയ്ക്കും ഒക്കെ പോകാനുള്ള ഒരു ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ഒരു ലഘുഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു കട കൂടിയുണ്ട്. മീൻ പിടിക്കുന്നതിനൊക്കെ ആയിട്ട് ആളുകൾ ഇവിടെ ധാരാളം എത്താറുണ്ട്. ഫാമിലി ആയിട്ട് തന്നെയാണ് ആളുകൾ കൂടുതലും എത്തുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് വരുന്നത് കോട്ടയം ഇല്ലിക്കൽ കല്ലാണ്. പൂഞ്ഞാറുള്ള ഈ മനോഹരമായിട്ടുള്ള കുടക്കല്ലും കൂനങ്കല്ലിൻ്റെയും കാഴ്ചകളും അവിടുത്തെ ടോപ്പിലെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നമുക്ക് ഈ സ്ഥലം എൻജോയ് ചെയ്യാവുന്നതാണ്. കോട്ടയത്തെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഇല്ലിക്കൽ കല്ല്. വെയിലിനോടൊപ്പം ഇളം കാറ്റും മഞ്ഞിൻ്റെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ ഇടയ്ക്ക് കോട കയറി വരുന്ന കാഴ്ചകളും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈ സ്ഥലത്ത് എത്തുമ്പോൾ കിട്ടുന്നത്. കോട്ടയത്തെ ഇത്തരത്തിലുള്ള ധാരാളം സ്പോട്ടുകളുണ്ട്. ഇനിയും ഇപ്പം ആദ്യത്തെ ഒരു പാർട്ടെന്ന രീതിയിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. അടുത്ത സ്പോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത സ്പോട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറേയധികം സ്ഥലങ്ങളോട് ഇനിയും പെൻഡിങ് ഉണ്ട്. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കിയാൽ ഒരുപാട് ദൈർഘ്യമായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.